നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം വരിക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. ഒരുപാട് പ്ലാനിങ്ങും, ആ ഡ്രസ്സ് എടുക്കണോ, ഈ ഡ്രസ്സ് എടുക്കണോ, ഈ കളർ കോഡ് വേണോ, ആ സ്റ്റൈൽ വേണോ എന്നൊക്കെ ഒരുപാട് പ്ലാനിങ് ആയിരിക്കും അല്ലേ നമ്മൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് വീഡിയോസാണ്. വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ വെഡ്ഡിങ്ങിന് മുമ്പുള്ള കുറച്ച് ഫങ്ഷൻസ് ഇപ്പോൾ ഉണ്ടല്ലോ. അരിക്കുത്ത് കല്യാണം, പിന്നെ ഹൽദി, ഈ രണ്ട് ഫങ്ഷൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ രാവിലെ അരിക്കുത്ത് കല്യാണവും ഈവനിങ് ഹൽദിയുമാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ റിലേറ്റീവ്സിനൊക്കെ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചത്. അപ്പോൾ അരിക്കുത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സാരി ആയിരുന്നു എല്ലാവരും. അപ്പം ഞാൻ ഉടുത്തിരുന്നത് എൻ്റെ ഉമ്മാടെ സാരിയാണ് കേട്ടോ. കല്യാണ സാരി, 28 വർഷം പഴക്കമുള്ള സാരിയാണ്. ഒരു ഗ്രീൻ ആൻഡ് മജന്ത ബോർഡറുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി സാരിയാണ്. അപ്പോൾ അത് എൻ്റെ കല്യാണത്തിന് അങ്ങനെ ഉടുത്തുള്ള ഒരു ട്രെൻഡിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ 6 വർഷത്തിന് ശേഷം അതൊക്കെ വളരെ ട്രെൻഡായി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരാഗ്രഹം, എൻ്റെ ഉമ്മാൻ്റെ സാരി ഉടുത്ത് എനിക്കൊന്ന് നിൽക്കണം. എനിക്കെന്ന് അരിക്കുത്തോ ഹൽദിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവളുടെ കാര്യത്തിനെങ്കിലും എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സ്, അതായത് വെഡ്ഡിങ് സാരി ഉടുത്ത് നിൽക്കണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ സാരി ഉടുത്തത് കേട്ടോ. അടിപൊളിയായിരുന്നു അത് ഉടുത്തപ്പോൾ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഫങ്ഷൻ എല്ലാവരും ട്രഡീഷണൽ വെയറിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഈവനിങ് നമുക്ക് ഹൽദിയുടെ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വേറെ ചെയ്തിരുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ നമ്മളിനി ഹൽദി ഫങ്ഷന് വേണ്ടിയിട്ട് റെഡി ആവാൻ പോവുകയാണേ. അങ്ങനെ എല്ലാവരും ഹൽദി ഫങ്ഷന് റെഡി ആയിട്ട് വന്നേ. അപ്പോൾ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്, കാർ പോർച്ചിലാണ് ഹൽദിയുടെ സ്റ്റേജ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിലേറ്റീവ്സ് മാത്രം തന്നെ 100 പേരുണ്ടായിരുന്നു കേട്ടോ പരിപാടിക്ക്. അപ്പോൾ എൻ്റെ ഉമ്മ, കുഞ്ഞമ്മമാരൊക്കെ, ഇതാണ് എൻ്റെ ഉമ്മ കേട്ടോ. ഇത് ഉമ്മാൻ്റെ മെഹന്തി സാരിയാണ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചാൽ, ഉമ്മാൻ്റെ മെഹന്തിക്ക് ഉടുത്തിരുന്ന സാരിയാണ് ഞാൻ ഈ ഫങ്ഷൻ ഉടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്നത്. അതൊരു മഞ്ഞ കളർ സാരി ആയതുകൊണ്ട് അത് ഹൽദിക്ക് വെയർ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഞാൻ അരിക്കുത്തിന് സാരി ഉടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്പം ഇനി സാരി ഉടുക്കാനൊന്നും വയ്യ എന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കുമ്പോഴാണ് അനിയത്തിയുടെ ബാഗിൽ ഈ ചുരിദാർ കണ്ടത്. ഇത് ഞാൻ ഒരിക്കൽ പോലും ആദ്യമായിട്ട് ഇടുന്ന ഡ്രസ്സാണ്, പക്ഷേ കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സാരി ഉമ്മ ഉടുത്തു. അങ്ങനെ ആ ഒരു ടൈം അങ്ങനെ അങ്ങ് കടന്നുപോയി. ഇപ്പോൾ ഉമ്മാൻ്റെ സാരി ഉമ്മാനെ ഉടുത്തു. ഞാൻ മുമ്പ് ഇട്ടിട്ടില്ലാത്തൊരു ഡ്രസ്സ് ഞാൻ ഇട്ടു, അതെനിക്ക് പാകമായിരുന്നു. അങ്ങനെ ഞാനും ഇക്കായും കൂടെ ഹൽദി ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിപ്പോയി. ഹൽദിയൊക്കെ തേച്ച് കൊടുത്തു, സ്വീറ്റ്സ് കൊടുത്തു. പിന്നെ ക്യാമറാമാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരുവാണ് കേട്ടോ. അപ്പോൾ ക്യാമറാമാൻ പറയുന്നത് പോലെ ഇതിപ്പോൾ എല്ലാ വീട്ടിലും കല്യാണം നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്വീറ്റ്സൊക്കെ കൊടുത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. സ്വീറ്റ്സ് കൊടുക്കുന്നതും ഹൽദി തേക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മുടെ അരിക്കുത്ത് കല്യാണവും ഹൽദിയൊക്കെ നമ്മൾ ഒരു ദിവസത്തെ ഫങ്ഷനിൽ ഒതുക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഒരു ദിവസം റെസ്റ്റാണ് നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ് വെഡ്ഡിങ് റിസപ്ഷനും കല്യാണം ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ വെഡ്ഡിങ് റിസപ്ഷൻ്റെ റെസ്റ്റ് എടുക്കുന്ന ദിവസം നമ്മൾ എല്ലാവരുടെ കയ്യിലും മെഹന്തി ഇടക്കുമായിരുന്നു ജോലി. അപ്പോൾ എല്ലാവരുടെ കയ്യും മെഹന്തിയൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് വരുന്ന വീഡിയോസിൽ വെഡ്ഡിങ്ങിൻ്റെ വിശേഷം, റിസപ്ഷൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.